ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂരാണ് മൊണാലിസയെ കേരളത്തിലേക്ക് എത്തിച്ചത്. കോഴിക്കോട്ടെ തന്റെ ജ്വല്ലറിയുടെ പരിപാടിക്ക് വേണ്ടിയായിരുന്നു ബോബി ചെമ്മണ്ണൂർ മൊണാലിസയെ കൊണ്ടുവന്നത്. നിരവധി പേരാണ് മൊണാലിസയെ കാണാനായി കോഴിക്കോട് എത്തിയിരുന്നത്. 15 ലക്ഷം രൂപയാണ് മൊണാലിസയ്ക്ക് ബോബി ചെമ്മണ്ണൂർ പ്രതിഫലമായി നൽകിയത് എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇപ്പോഴിതാ മൊണാലിസയുടെ മറ്റൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. തന്റെ അമ്മ തന്നെ കാണാൻ വന്നതും അമ്മയ്ക്ക് മൊണാലിസ മാല സമ്മാനമായി നൽകുന്നതുമാണ് വീഡിയോയിൽ ഉള്ളത്. മൊണാലിസ തന്നെയാണ് ഈ വീഡിയോ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. ആ വീഡിയോ കാണാം. ओके मेरी मम्मी आज मुझसे मिलने ये क्या है मेरी मम्मी आज मिलने ये भी कुछ ला रही हूँ. मुझे जो गिफ्ट में मिली थी मेरा हर कुछ गिफ्ट यही है. ये गोल्ड का है. खुश है मम्मी मिल रही है इसकी वजह से. നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ വൈറൽ താരത്തെ പ്രശംസ കൊണ്ട് മൂടുന്നത്. നോക്കൂ, എന്റെ അമ്മ ഇന്ന് എന്നെ കാണാൻ വന്നിരിക്കുന്നു, ഞാൻ അവർക്കായി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിനു ശേഷം മൊണാലിസ അമ്മയെ മാല അണിയിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. മാല അണിയിച്ചതിനു ശേഷം അമ്മ മൊണാലിസയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതും ഈ വീഡിയോയിൽ കാണാം. എന്റെ അമ്മയാണ് എനിക്കെല്ലാം എന്ന് മൊണാലിസ പറയുന്നതും വീഡിയോയിലുണ്ട്. ഇതാണ് ഇന്ത്യൻ സംസ്കാരം എന്നാണ് ഇതിന് താഴെ ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും സന്തോഷവതിയായിരിക്കുക, നിന്റെ ജീവിതം മാറി, പക്ഷേ ബന്ധങ്ങളെ ഇതുപോലെ നിലനിർത്തുക എന്നാണ് ഒരാളുടെ കമന്റ്. മൊണാലിസയുടെ നന്മയാണ് വീഡിയോയിൽ കാണുന്നതെന്നാണ് മറ്റൊരാൾ പറയുന്നത്. അതേസമയം മലയാളികളും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ സമ്മാനിച്ച വലിയ മാല എവിടെ പോയി? ആ മാലയാണോ ഈ മാല എന്നാണ് ചിലർ ചോദിക്കുന്നത്. ഐ ലവ് ബോച്ചെ എന്ന് കമന്റ് ചെയ്യുന്നവരുമുണ്ട്. പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ മാല വിൽക്കാനെത്തിയ ഈ പെൺകുട്ടി ഒറ്റ രാത്രി കൊണ്ടാണ് ഇന്ത്യയിലാകെ തരംഗമായി മാറിയത്. 16-കാരിയായ മോനി ഭോസ്ലെ എന്ന മൊണാലിസയുടെ ജീവിതമാണ് ഒറ്റ രാത്രി കൊണ്ട് കീഴ്മേൽ മറിഞ്ഞത്. ആകർഷണീയമായ ചാരക്കണ്ണുകളും സുന്ദരമായ ചിരിയുമാണ് മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ മൊണാലിസയെ പ്രശസ്തയാക്കിയത്. ഇന്റർനെറ്റിൽ വൈറലായതോടെ നിരവധി പേരാണ് മൊണാലിസയെ തേടിയെത്തിയിരുന്നത്. പെൺകുട്ടിയെ കാണുന്നതിനും വീഡിയോയും ചിത്രങ്ങളും പകർത്തുന്നതിനും നിരവധി പേർ കുംഭമേള നടക്കുന്നിടത്ത് എത്തി. എന്നാൽ ഇത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നും മാലയുടെ വിൽപ്പന നടക്കുന്നില്ല എന്ന് പരാതിപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ രംഗത്ത് വന്നിരുന്നു. പിന്നീട് കുട്ടിയുടെ മാതാപിതാക്കളാണ് കച്ചവടം നടത്തിയത്. ഇതിനിടെ മൊണാലിസയെ തേടി നിരവധി ഓഫറുകളും വന്നു. പരസ്യചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിന് നിരവധി പേർ മൊണാലിസയെ സമീപിച്ചു. എന്തിനധികം ബോളിവുഡ് സംവിധായകൻ സനോജ് മിശ്ര മൊണാലിസയുടെ വീട്ടിലെത്തി ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാമെന്നും വാഗ്ദാനം ചെയ്തു. അവസാനം ബോച്ചെ വഴി മൊണാലിസ കേരളത്തിലുമെത്തി. ഫ്രീഡം ഫൈറ്റ് ന്യൂസിനു വേണ്ടി രമ്യ അവിനാഷ്, കോഴിക്കോട്.